കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ രാജാറാം, എന്താ കാര്യം? അത് പറയാൻ രവി. ഓ, നീ ക്യാബിനിലേക്ക് പോ. നീ പറ, ശ്രീലക്ഷ്മി കേട്ടുകൂടാത്ത എന്ത് പ്രശ്നമാണ് നിനക്ക് എന്നോട് പറയാനുള്ളത്? ഫിംഗർ പ്രിന്റ്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞു. 99% അത് മിസ്മാച്ചാ. പക്ഷേ ഒരു പ്രശ്നമുള്ളത് അതല്ല. ശ്രീലക്ഷ്മിയുടെയും കൺമണിയുടെയും ഫിംഗർ പ്രിന്റ്സ് ഒരാൾ മാറ്റിമറിച്ചു. ശ്രീലക്ഷ്മിയുടെ ഫിംഗർ പ്രിന്റ്സിന് പകരം മറ്റാരുടെയോ ഫിംഗർ പ്രിന്റ്സ് ആണ് ടെസ്റ്റ് ചെയ്തത്. രാജാറാം, നീ എന്തൊക്കെയാ പറയുന്നത്? അതെ രവി, അത് ചെയ്തിരിക്കുന്ന ആളെയും ഞാൻ കണ്ടു. അത് രാഗസുതയാ. ആ അതെ രവി, അക്ഷരാർത്ഥത്തിൽ ഞാനും ആദ്യമൊന്നും ഞെട്ടി. അന്ന് ഈ ഓഫീസിൽ വന്നതുപോലെ തലവഴി ഷോളിട്ട് മറച്ചായിരുന്നു അവളവിടെ എത്തിയത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്നാ. വേറെ ആരും അറിയാതെ ഞാൻ ചെയ്ത ഈ കാര്യം രാഗസുത എങ്ങനെയാവും അറിഞ്ഞിട്ടുണ്ടാവുക? അവൾ അല്ലെങ്കിൽ അവളുടെ സഹായികൾ ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിടയിൽ തന്നെ അവളെ സഹായിക്കുന്ന ആരോ ഉണ്ട്. അങ്ങനെ നിനക്ക് സംശയം തോന്നുന്നെങ്കിൽ ആ ഒരാളെ നീ കണ്ടുപിടിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലുള്ള ചീപ്പ് കേസുകൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം വേറെയാ. വലിയൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടാനാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. എന്നിട്ടും ഉത്തരം ഞാൻ പല ആവർത്തി നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം തന്നെ പലവട്ടം പറയുന്നത് ശരിയല്ല. പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും ബോറടിക്കാതിരിക്കാൻ ഇനി ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഇല്ല, പ്രത്യേകിച്ചും നമ്മൾ തമ്മിൽ. നോക്ക് രാജാറാം, ഈ ലോകത്ത് ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളെന്ന നിലയിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അത് എൻ്റെ ശ്രീലക്ഷ്മി തന്നെയാണ്. എന്നെയും അവളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൽ പലതും ഇപ്പോഴും ഞങ്ങൾ തമ്മിലുണ്ട്. അഗാധമായ പ്രണയത്തിൽ പലപ്പോഴും നെഞ്ചുപിടയുന്ന വേദനകൾ കടന്നു വരാറുണ്ട്. പ്രണയിക്കുന്നവർക്ക് വേദനിപ്പിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എനിക്കെൻ്റെ ശ്രീലക്ഷ്മി വേണം, പഴയതുപോലെ തന്നെ. ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും ഞാൻ കാത്തിരുന്നു, വിശ്വസിച്ചു. അവൾ തിരികെ വന്നു. അതുപോലെ താൻ ശ്രീലക്ഷ്മിയാണെന്ന് പറയുന്നത് വരെ ഞാൻ കാത്തിരിക്കും. ശരിക്കും പറഞ്ഞാൽ അതിലിപ്പോൾ ഒരു ആനന്ദം കണ്ടിട്ടുണ്ട് എന്നതാണ് സത്യം. വരും വരായികളെ കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഇതെന്റെ ശ്രീലക്ഷ്മി അല്ലാതായാൽ ഞാനും പോവും. ഹലോ, എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല സർ. എങ്കിൽ തനിക്ക് ആലോചിക്കാനുള്ളൊരു സംഭവം ഞാൻ പറയാം. രാജാറാം പരീക്ഷണാർത്ഥത്തിൽ നടത്തിയ ഫിംഗർ പ്രിന്റ് മാച്ചിങ്ങിന്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വേണ്ട സർ, പറയണമെന്നില്ല. എനിക്കറിയാം അതിന്റെ റിസൾട്ട് എന്താണെന്ന്. ശ്രീലക്ഷ്മിയും കൺമണിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നല്ലേ? അങ്ങനെയല്ല ശ്രീലക്ഷ്മി. സത്യം എന്താന്ന് വെച്ചാ സർ പ്ലീസ്, ഈ ഒരു വിഷയത്തില് സത്യമേത് അസത്യമേത് എന്നുള്ളത് ഒരു മിഥ്യയായി തന്നെ തുടരും. കാരണം ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ആരുടെയും സംശയം മാറില്ലെന്ന് എനിക്കറിയാം. ഞാൻ ശ്രീലക്ഷ്മിയല്ല, കൺമണിയാണെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാരും എന്നിൽ അന്വേഷിക്കുന്നത് ഞാനുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളെയാണെന്ന് എത്രയോ വട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എത്ര അന്വേഷിച്ചാലും അവസാനം എത്തി നിൽക്കുന്നത് കൺമണിയിൽ തന്നെ ആവുകയും ചെയ്യും. ഞാൻ ചെയ്യുന്നതും പറയുന്നതൊക്കെ ചിലപ്പോ നിങ്ങളിലൊക്കെ ശ്രീലക്ഷ്മിയെ ഓർമ്മിപ്പിച്ചേക്കാം. അതിനർത്ഥം ഞാൻ ശ്രീലക്ഷ്മി ആണെന്നല്ല. സാർ എന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്നൊരു തോന്നല. വേണമെങ്കിൽ എനിക്ക് ഈ ഒരു സാഹചര്യത്തില് ഞാൻ ശ്രീലക്ഷ്മിയാണെന്ന് പറയാം. എല്ലാരും വിശ്വസിക്കും, സാർ ഉൾപ്പെടെ. അങ്ങനെ എനിക്ക് കുറെ പൈസയും തട്ടിയെടുക്കാനാവും. പക്ഷേ ഞാനതൊരിക്കലും ചെയ്യില്ല സർ. കാരണം നമ്മൾ തമ്മിലുണ്ടായിരുന്ന നിബന്ധനകളിൽ ഒരു കുറവും വരുത്താതെ സാറിന്റെ ഭാഗം കൃത്യമായി നിറവേറ്റിയ ആളാണ്. അതിലൂടെ എനിക്കും എന്റെ ചേച്ചിക്കും കിട്ടിയത് പുതിയൊരു ലോകവും ജീവിതവുമാണ്. അങ്ങനെയുള്ള സാറിനെ പറ്റിക്കാൻ എനിക്ക് വയ്യ. എങ്കിലും നിങ്ങളുടെ അന്വേഷണം നിർത്താൻ ഞാൻ പറയുന്നില്ല. പ്രൂവ് ചെയ്യേണ്ടത് എന്റെ കൂടി ആവശ്യമായതുകൊണ്ട് ഞാൻ തടയാനും വരില്ല. തൽക്കാലത്തേക്കെങ്കിലും സാർ ശ്രീലക്ഷ്മിയെ മറക്കണം. എന്നിട്ട് കൺമണിയെ സ്വതന്ത്രമായി വിടണം. ശ്രീലക്ഷ്മിയെ മറന്ന് എനിക്കൊരു ജീവിതമില്ല. എങ്കിലും ആ കാര്യവും പറഞ്ഞ് തന്നെ ഇനി ആരും ശല്യം ചെയ്യാൻ വരില്ല, ഉറപ്പ്. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ സർ, മേ ഐ കം ഇൻ? യെസ്. മാഡം, ഇതിൽ മാഡത്തിന്റെ ഒരു സൈൻ വേണമായിരുന്നു.
ഇങ്ങനെ നിൽക്ക് സെൻട്ര. താൻ പിന്നീട് എൻ്റെ ക്യാബിനിലേക്ക് വന്നാൽ മതി. ഓക്കെ സർ. സർ, ദാ രാജാറാം സാർ പറഞ്ഞ ഫയലിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. ഞാൻ രവിയോടൊപ്പം നീലകസ്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ വിസിറ്റേഴ്സിന്റെ ഡീറ്റെയിൽസും ഉണ്ടല്ലോ അല്ലേ മാഡം? രാജാറാം സാറും രവി സാറും ശ്രീലക്ഷ്മിയെ തെരഞ്ഞു നടന്നപ്പോഴുള്ള വിസിറ്റേഴ്സ് ഡീറ്റെയിൽസ്, ഡ്യൂപ്ലിക്കേറ്റ്സ് എല്ലാം ഉണ്ട്. ഓക്കെ മാഡം. അല്ല രാജാറാം സാർ, ഒരു സംശയം. ഒറിജിനൽ ഡീറ്റെയിൽസ് മുന്നിലിരിക്കുന്ന ഈ സിസ്റ്റത്തിലുള്ളപ്പോ ഡ്യൂപ്ലിക്കേറ്റ് വേണോന്ന് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായില്ല. ഒരു പ്രിന്റ് ഔട്ട് എടുത്താ പോരെ? അതിൽ മനസ്സിലാക്കാൻ ഒന്നുമില്ല മാഡം. ആ മാസത്തെ ഡീറ്റെയിൽസ് ഞാൻ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എല്ലാ മാസത്തെയും വിസിറ്റേഴ്സ് ലിസ്റ്റ് ഞാൻ എൻ്റെ പേഴ്സണൽ ഫയലിൽ സൂക്ഷിക്കാറുണ്ട്. അതിന് അല്ലെങ്കിലും ഈയിടെയായിട്ട് അപ്ഡേഷൻസ് വളരെ കുറവാ. ഒറിജിനലിനേക്കാളും അതിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റിനോടാ അമിതമായ താല്പര്യം, പ്രത്യേകിച്ചും രവി സാറിന്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നല്ല ഒന്നാം തരം കളർ കോപ്പി തന്നെ. ഒറ്റ നോട്ടത്തില് ആരും പറയില്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. സാന്ദ്ര മേഡത്തിന് സംശയം എനിക്ക് മനസ്സിലായി. ആരെ ഉദ്ദേശിച്ചാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന വാക്ക് സ്ട്രെസ് ചെയ്തതെന്നും മനസ്സിലായി. ശ്രീലക്ഷ്മി തിരിച്ചു വന്നതിന് ശേഷം വീട്ടിലും ഓഫീസിലും നടന്ന സംഭവങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ ആദ്യം ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കുകയും ചെയ്തു. ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും അറിയില്ല മാഡം. സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി എല്ലാ കാര്യത്തിലും ഞാനെന്തിനാ തലയിടുന്നത്? ഞാൻ രവിവർമ്മന്റെയും കുടുംബത്തിന്റെയും സെക്യൂരിറ്റി ഓഫീസർ മാത്രമാ. അതിനെക്കുറിച്ച് മാത്രം എനിക്ക് അറിഞ്ഞാൽ പോരെ? മതി മതി, അവരെ എപ്പോഴും സേഫ് സോണിൽ നിർത്തിയാ മതി. പ്രത്യേകിച്ചും രവി സാറിനെയും ശ്രീലക്ഷ്മിയെയും ഈ അവസരത്തില് കൂടുതൽ സേഫ് ആക്കണം. അങ്ങനെ ചെയ്യാവൂ. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് അവരുടെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്ത ഉത്കണ്ഠ മറ്റുള്ളവർക്ക് എന്തിനാ? ഐ മീൻ നമ്മളെപ്പോലുള്ള സ്റ്റാഫുകൾക്ക്. അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. രാജാറാം സാറിന് എന്തിനാ ഇത്രയും ഉത്കണ്ഠ? ഇപ്പോ രവി സാറിന്റെ കൂടെയുള്ള പെൺകുട്ടി ശ്രീലക്ഷ്മിയാണെന്ന് 100% ഉറപ്പുള്ള രാജാറാം സാർ എന്തിനാ ശ്രീലക്ഷ്മിയുടെ ഫിംഗർ പ്രിന്റ് അന്വേഷിച്ച് നീരേറ്റ് കോളനിയിൽ ചെന്നത്? അത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ചോദ്യം ഈ അവസരത്തിൽ തെറ്റാണ്. ചുരുക്കി പറഞ്ഞ എല്ലാവരെയും പോലെ രാജാറാം സാറിനും ആ കാര്യത്തില് സംശയമുണ്ടെന്ന അർത്ഥം. അല്ലെന്ന് സ്ഥാപിക്കാൻ നോക്കിയാലും ഞാൻ സമ്മതിച്ചു തരില്ല. വേണ്ട, അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാ. പക്ഷേ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ അത് സമ്മതിച്ചു തന്നേ പറ്റൂ. മാഡം അല്ലേ എന്നോട് പറഞ്ഞത് സുദർശനൻ ചേട്ടന് ചില സംശയങ്ങളുണ്ടെന്ന്? ശ്രീലക്ഷ്മിയുടെ പഴയതും പുതിയതുമായ ഫിംഗർ പ്രിന്റ് ഒന്നാണെന്ന് സുദർശൻ ചേട്ടന് തെളിയിച്ചു കൊടുക്കാമെന്നേ ഞാൻ കരുതിയുള്ളൂ. അല്ലാതെ എന്റെ സംശയം തീർക്കാൻ ചെയ്തതല്ല. ഇപ്പൊ മനസ്സിലായോ മാഡത്തിന്? രാജാറാം സാറ് അതിസമർത്ഥനാണെന്ന് ഒന്നുകൂടി തെളിയിച്ചു. സ്വപ്നങ്ങൾ കൊണ്ട് മനക്കോട്ട കെട്ടുകയും വാക്കുകൾ കൊണ്ട് അത് നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോ ഒരു കാര്യം മനസ്സിൽ വെക്കണം.
ബാക്കിയുള്ളവരൊന്നും പൊട്ടന്മാരും പൊട്ടിയോ അല്ലെന്ന്. അങ്ങനെ തോന്നിയാലും അതിൽ നിന്ന് ഈ സാൻഡ്രയെ ഒഴിവാക്കണം. വേണേല് എല്ലാവരെയും പോലെ ഞാനും അഭിനയിക്കാം. അങ്ങനെ അഭിനയിച്ചുകൊണ്ട് തന്നെ രാജാറാം സർ പറഞ്ഞത് ഞാൻ ഇപ്പോഴും പൂർണ്ണമായും വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തില് ഇപ്പോ എന്റെ സംശയത്തിന് വ്യക്തമായിട്ട് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി അത് ഒഫീഷ്യലായിട്ട് അറിയണമെന്നേ ഉള്ളൂ. ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം അതിനു വേണ്ടി ഉള്ളതാ. സ്ട്രിക്ട്ലി ഒഫീഷ്യൽ. സാന്ദ്ര മേഡം, മാഡം എന്താ ചെയ്യാൻ പോകുന്നത്? That's none of your business. രാജാറാം സർ രവി സാറിന്റെയും കുടുംബത്തിന്റെ സെക്യൂരിറ്റി ഓഫീസർ മാത്രമല്ലേ? ആ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി. സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി എല്ലാ കാര്യത്തിലും എന്തിനാ തലയിടുന്നത്? സർ, സാൻഡ്ര, ഫയൽ ഞാൻ സൈൻ ചെയ്യിച്ചില്ല. ശ്രീലക്ഷ്മിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. സാരമില്ല സർ. സർ, സാർ എന്നിൽ നിന്നും എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? എന്ത് മറയ്ക്കാൻ? നത്തിങ്. എന്തെങ്കിലും? ഒന്നുമില്ല സാൻഡ്ര. പിന്നെ സാൻഡ്ര ചോദിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു കാര്യത്തെക്കുറിച്ച് സാൻഡ്രയോടൊന്നല്ല, ആരോടും ഒന്നും ഞാൻ മറയ്ക്കുന്നില്ല. അഥവാ അങ്ങനെ മറച്ചാൽ തന്നെ അതെൻ്റെ അമ്മയോടായിരിക്കും. എൻ്റെ അമ്മയോട് പോലും ഞാൻ മറച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ സാൻഡ്രയോട് പറയുമെന്ന് സാൻഡ്രയ്ക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. കാരണം വാസ്തവം അറിയാവുന്ന എന്റെ മുമ്പില് സാറിന് അധിക നാള് പിടിച്ചു നിൽക്കാൻ പാടായിരിക്കും. വാസ്തവം? എന്തു വാസ്തവം? സാറ് സ്നേഹിച്ച പെൺകുട്ടിയുടെ ഒപ്പമല്ല സാർ ഇപ്പൊ ജീവിക്കുന്നത് എന്നുള്ള വലിയ വാസ്തവം. ഇപ്പോ സാറിന്റെ മുഖലക്ഷണം വിളിച്ചു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന്. അങ്ങനെ ഒരു സത്യം എല്ലാവരിൽ നിന്നും മറച്ചുവെച്ച് എത്ര നാള് സാറിനിങ്ങനെ തുടരാനാവും? സാറിന് താൻ എന്തൊക്കെയാ പറയുന്നത്? സോറി സർ, മാഡം ഇവിടെ ഉള്ളത് ഞാൻ അറിഞ്ഞില്ല. കൺമണി, എന്തോ? അല്ല, മാഡം എന്താ എന്നെ വിളിച്ചത്? ഞാൻ വ്യക്തമായിട്ട് കേട്ടില്ല. വീഴാം, പക്ഷേ അവിടെ കിടന്ന് ഉരുളരുത്. ഒന്ന് വന്നേ. സമ്മതിച്ചു തന്നിരിക്കുന്നു നിന്റെ ഈ രൂപത്തെ, നിന്റെ ഈ ധൈര്യത്തെ, നിന്റെ ഈ സാമർഥ്യത്തെ. ശരിക്കും പണ്ടെന്നോ പഠിച്ചൊരു കാര്യമാ എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക, ഉൽപ്രേക്ഷ്യാലങ്കൃതി. ഇതിൽ നിന്നും നിനക്ക് എന്തു മനസ്സിലായി? എന്നെപ്പോലൊരുവൾ കയറി വട്ടം നിന്നാൽ തീരും അഭിനയവും ഒളിവും മറവും ഒക്കെ.
നിന്നെ ആദ്യമായി കണ്ടപ്പോ തന്നെ ഒരു റോങ് സിഗ്നൽ എനിക്ക് കിട്ടിയിരുന്നു. ഇതുപോലെ ഒരു ദിവസം ഉണ്ടാവുമെന്നും എനിക്ക് പിന്നീട് തോന്നി. ഇതിപ്പോ സാറും ശ്രീലക്ഷ്മി മാഡവും അല്ല, ഇതിപ്പോ സാറും കൺമണിയും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല.